ഞമ്മൾ ഇറങ്ങിയ യശോദേ, ഈ രമണ്യം അതന്നെയും കണ്ടാ ഞമ്മൾ അന്വേഷിച്ചു പറയണേ. ഒരു ചായ. പാല് തീർന്നു പോയി. അയ്യോ, എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അയ്യോ, നീ അറിഞ്ഞില്ലേ? നിന്നോട് ചോദിച്ചിട്ടാണോ അവിടെ പാല് വാങ്ങി വിൽക്കുകയൊക്കെ ചെയ്യുന്നത്? ചോദിക്കാനും പറയാനും ആളില്ലാത്തത് കൊണ്ടാണ്. എന്റെ കടയ്ക്കകത്ത് കയറി ഒന്ന് തോന്നിയാസം പറയുന്നു. ഇറങ്ങണ വഴിയില് മേലാൽ ഇതിനകത്ത് കയറി പോവരുത്. തള്ളേ, ആരോടാ കളിക്കുന്നെന്ന് അറിയാവോ? ഗോവിന്ദൻകുട്ടിന്ന് കേട്ടിട്ടുണ്ടോ? എടാ, ഗോവിന്ദൻകുട്ടിയുടെ കൂടെ നടന്നോന്ന് വെച്ച് നീ ഗോവിന്ദൻകുട്ടി ആവില്ലല്ലോ. മക്കളെ ചെല്ലേ, ഇറങ്ങ. അതെ, ഞാനും ഗോവിന്ദൻകുട്ടിയും കൂടി ഒരു ദിവസം ഇവിടെ വന്ന് ഒരു കലക്കലുണ്ട്. ഈ അസത്തെ എവിടെ പോയി കിടക്കുക? കിടന്ന് തൊള്ള തുറക്കാതെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ആ ഗ്ലാസ് ഒക്കെ എടുത്ത് കഴുകി വെക്കണി. ഈ അമ്മയുടെ ഒരു കാര്യം. ഹായ്, രമണേട്ടനും മതിനേട്ടനും. ചേച്ചി വല്ലതും തിന്നാനെടുക്കും, നല്ല വിശപ്പ്. തിന്നാനൊന്നുമില്ല, തീർന്നു. അയ്യോ, ഈ ഷട്ടിലൊക്കെ എങ്ങനെ ചെലപ്പറ്റിയേ? പോരി നിങ്ങളുടെ അതല്ല കാളപ്പോരി എന്ന് വെച്ചാ ജയന്റെ ശരപഞ്ചര സിനിമ ജയഭാരതി കണ്ടിട്ടുണ്ടോ? ഞാൻ 3 പ്രാവശ്യം കണ്ടതാ. അതില് നമ്മുടെ ജയണ്ണൻ കുതിരയ്ക്ക് എണ്ണ തേക്കൂലേ, അതേപോലെ വിൽക്കാൻ കൊണ്ടുപോയ കാളയ്ക്ക് ഞാനൊന്ന് എണ്ണ തേച്ചു കൊടുത്തു. പിന്നെ ചെറിയൊരു ഫൈറ്റ് അതിന് പറ്റിയതാ. അതിന്റെ ഉടമസ്ഥൻ വന്ന് ചവിട്ടി ചെളിയിലിട്ട് കാണും. ഉടമസ്ഥനേക്കാൾ ബുദ്ധിയാണ് കാളയ്ക്ക്, അതുകൊണ്ട് വന്ന വഴിയെ തിരിച്ചുപോയി. അയ്യ, തലയിലെഴുത്തില്ലെന്നേ. ചന്തയിൽ കിടന്ന് വെറും മട്ടനാവാൻ അതിന് പറഞ്ഞിട്ടുണ്ട്. നീ വെറുതെ മട്ടന്റെ കാര്യമൊന്നും പറയല്ലേ, എനിക്ക് വയറ് വെച്ചിട്ട് വയ്യ. എന്നാ നീ വാ, നമുക്ക് ആ ചെട്ടിയാരെ പറമ്പിന്ന് 5-6 കരിക്കടത്തിട്ട് കുടിച്ചോണ്ട് കിടന്നുറങ്ങാ. അതെ, 2 മാസം വെട്ടി കഴിയേണ്ട കാശ് കിട്ടാണ്ട് 3 മാസം വാടക കുടിക്കുക വേറെ, എല്ലാം കൂടെ നാളെ തന്നെ തരണം. പിന്നെ പാത്തു അന്വേഷിച്ച് പറയാനും പറഞ്ഞു. കുട്ടി നിർത്തി പറയൂ, എന്നാലല്ലേ ശ്വാസം കിട്ടൂ. എന്റെ പൈസ മര്യാദക്ക് തന്നില്ലെങ്കിൽ 2നും നാളെ ശ്വാസം ഉണ്ടാവില്ല. ശ്വാസം എടുത്തോണ്ട് പോകൂ, ബാക്കിയൊക്കെ അവിടെ വെച്ചേക്കുമല്ലോ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ജയഭാരതി, സ്വീറ്റ് ഡ്രീംസ് എന്ന് വെച്ചാ അത് അവക്കറിയാം. ഒരു കാശിന് കൊള്ളുകയില്ല, 9 കാശിന് ഉപദ്രവവും. പോരാത്തതിന് വെളുത്തവാകും. എന്തുകൊണ്ടായാലും ഇത്തവണ ഉത്സവം പൊടി പൊടിക്കും. ഈ കാര്യത്തിൽ മാത്രം വലിയ എന്റെ അടുത്ത് തർക്കിക്കരുത്. ഈ ഫോറിൻ അടിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ. നീ പോടാ അവിടുന്ന്. നാടൻ കനാൽ പരിങ്ങയുടെ സുഖം ഒന്ന് വേറെയാണ്, ചെലവും കുറവാണ്. കുടുംബകാര്യമൊന്നും നോക്കാതെ വഴക്കും വക്കാണോ പാട്ടും കൂത്തായിട്ട് 2 പേരും ഇങ്ങനെ നടന്നോ. ഞങ്ങള് കുടുംബകാര്യം നോക്കാൻ വേണ്ടി ഇറങ്ങായിരുന്നില്ലേ? അതല്ല പറഞ്ഞത്, ഉത്സവം വരിക. ഓർമ്മയുണ്ടോ രണ്ടാൾക്കും? ഓർമ്മയുണ്ടല്ലോ. അതെ. അല്ല, ഇത്തവണ ഉത്സവത്തിന് വിളക്കെടുക്കുന്നത് ആരാ? യഥാർത്ഥത്തിൽ ശിവശങ്കരന്റെ അമ്മാവനാണ് അതിനുള്ള അവകാശം. 10-20 കൊല്ലം മുമ്പ് വീട് വിട്ടു പോയ ആൾക്ക് എന്തോന്ന് അവകാശം? ജീവിച്ചിരിപ്പുണ്ടോന്ന് തന്നെ ഉറപ്പില്ല. അതെ, അങ്ങനെ ഒരാളെ കുറിച്ച് ആലോചിക്കുന്ന കാര്യമേ ഇല്ല. അതുകൊണ്ട് ഇത്തവണത്തെ ഉത്സവത്തിന് അടുത്ത അവകാശി എന്ന നിലയ്ക്ക് വിളക്കെടുക്കുന്നത് ഞാനാ. അങ്ങനെ പറയുകയാണെങ്കിൽ അടുത്ത അവകാശി അച്ഛനാണ്. അച്ഛന് ഇതിലൊന്നും താല്പര്യമില്ല, അതുകൊണ്ട് നീ തന്നെ വിളക്കെടുക്കണം. അതൊക്കെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം, സമയമുണ്ടല്ലോ. ഒരു കെട്ട് ബീഡിതാടാ. ആ ഗോവിന്ദൻകുട്ടിയുടെ ശല്യം ഒന്ന് ഒതുങ്ങിയുള്ളൂ, അതുകൊണ്ട് ഇനി ആർക്കും ഞാൻ കടം കൊടുക്കില്ല. അയ്യോ, ഗോവിന്ദൻകുട്ടിയെ ഒതുക്കിയത് ആനമുറ്റത്തുകാരാണെങ്കിലും ഞങ്ങൾ പറഞ്ഞിട്ടാണെന്ന് അറിയാലോ. അതുകൊണ്ട് നോക്കിയും കണ്ടും പെരുമാറിയാ തനിക്ക് കൊള്ളാം. ഇല്ലേ മദന? എടോ, അസ്ഥി എണ്ണന്റെ വരും. അതെ, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഒക്കെ ഇടപെട്ടാ കൊള്ളാം, അല്ലേ വല്യേട്ടാ? പിന്നല്ലാതെ ഇടിയുണ്ട്. വേണ്ട. അരിച്ചാക്കിന്റെ ഇടയിൽ കേറാതെ എലി പണി തരും. ഇനി വാ, ആ വാടക ഇങ്ങെടുക്ക. കഴിഞ്ഞ മാസം വാടക ചോദിച്ചപ്പോ താൻ എന്തുവാ പറഞ്ഞേ? കിളി പോലുള്ള 2 പെമ്പിള്ളേരുടെ ജാഥ കൊണ്ടുവരാമെന്ന്. എന്നിട്ട് എന്താ കിളി ഇതുവരെ വന്നില്ലേ? കല്യാണം കഴിക്കാത്ത വിഷമം ഉണ്ണിച്ചാട്ടന്മാർക്കേ അറിയൂ. അപ്പോഴാണ് അവന്റെ ഒരു കിളി പോലുള്ള ജാതം വെച്ച്. അത് പിന്നെ ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞ് വല്യമ്മച്ചി എന്നെ വിട്ടും. അത് പേടിച്ചാ ഞാൻ അങ്ങോട്ട് വരാത്തത്. ഇപ്പൊ എന്റെ കയ്യിൽ കിളി പോലുള്ള 2. മതി, കൂടുതൽ വിവരിക്കണ്ട. താൻ ഇപ്പൊ പറഞ്ഞ 2 കിളികളുടെ കാര്യം ഞങ്ങളുടെ തറവാട്ടിലൊന്നും ഒന്ന് പറഞ്ഞ് അതൊന്ന് ശരിയാക്കി തരണം, അല്ലെങ്കിൽ ഈ കട ഒഴിഞ്ഞോണം. ഇപ്പൊ വേണ്ട, നാളെ മതി. എന്തിനാ ഉണ്ണിയേട്ടൻ നാളത്തേക്കാക്കണത്? ഇപ്പൊ തന്നെ അവന്റെ കൂടും കൊടുക്കുന്ന ഓടയിലേക്ക് എറിഞ്ഞേക്കാം. അതൊന്നും വേണ്ട, ഞാൻ വരാം. എന്നെ വല്യമ്മച്ചി വെട്ടിക്കൊന്നാലും കുഴപ്പമില്ല, ഞാൻ വരാം. താൻ മാത്രം വന്നാ പോരാ, 2 കിളികളുടെ ജാതവും കൂടി കൊണ്ടുവരണം. കിട്ടുമെങ്കിൽ അവരുടെ ഫോട്ടോ ഇപ്പൊ. അപ്പൊ ഞങ്ങളോ? നീ വൈകിട്ട് വാച്ചുമായി വീട്ടിൽ വാ. അപ്പൊ ഇന്ന് അവിടെ തുടങ്ങാം. അപ്പൊ അവലടാ കേറി വാ. വലത് കാല് വെച്ച് കേറി. മടിക്കണ്ട, നിന്റെ കാലല്ല. കേറി വാ. ഉമ്മ എവിടെ? ഇപ്പൊ തന്നെ തരാം. ഉമ്മ തരല്ല, പാത്തുമ്മ താത്തന്നെ വിളി. പാത്തുമ്മ താത്ത. എത്ര താ? പാത്തുമ്മ താത്ത 5 താ. പാത്തുമ്മ താത്ത 5 താ. അതെങ്ങനെയാണ്? പാത്തുമ്മ 5 താ. പാത്തുമ്മ വന്നു.
ഹലോ. അന്നെന്ന് ഞാൻ എടാ എടാ പന്നി അയ്യോ ഇത് പന്നിയല്ല, പശുവാ. കൗ കൗ. ഇനി എവിടുന്ന് മോഷ്ടിച്ചാ വേണ്ട നമുക്ക് കൊണ്ടുപോയിക്കോ അവിടുന്ന്. ഇനി ഇതിന്റെ പേരിൽ ആനമുറ്റത്താരം ഇവിടെ വന്ന് ബൈക്കിന് മക്കാനത്ത് നിക്കണല്ലേടാ. ഇവിടെ പശുവിനെയും വേണ്ട പന്നീനെയും വേണ്ട. അയ്യോ അവിടെയാണ് താത്തക്ക് തെറ്റിയത്. ഒരു ബിസിനസ് നടത്തുമ്പോ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കണ്ടടാ. സോറി പാത്തുമ്മ താത്ത, ഇത് ആനമുറ്റത്തുള്ളതല്ല, ഇത് വേറെ മുറ്റത്തുള്ളതാ. ഈ കടമറ്റ എന്നൊക്കെ പറഞ്ഞു കേട്ട ഇതിന്റെ ഉടമസ്ഥൻ ഇവിടത്തെ വഴികളൊന്നും അറിയത്തില്ല. നിങ്ങൾ കൊണ്ടുപോയിട്ട് ധൈര്യമായിട്ട് കറന്നോളി. കൊണ്ടുപോടാ ഇവരീസോളെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഈ ഐശ്വര്യം ഇല്ലാത്ത ഈ പശുവിനെ മോട്ടിക്കണ്ടെന്ന്. രണ്ടുപേരും അവിടെ നിന്നേ. ഇപ്പോഴെങ്ങനെയുണ്ട്? ഞാനൊരു ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അതെ, ഞമ്മടെ കയ്യിൽ നിന്നും വാങ്ങിയ കായ് കൃത്യമായിട്ട് തിരിച്ചു തന്നേക്കണം. അല്ലേ നമ്മുടെ സ്വഭാവം അറിയാല. രമണ, പാത്തുമ്മത്തള്ളയ്ക്കും ഈ പശുവിനെ വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ എന്തോ ചെയ്യും? അടിച്ചു മാറ്റിയ വീട്ടിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയി കെട്ടി ഒരു ചെറിയ സോറിയും പറഞ്ഞു പോരും. എന്നിട്ട് വേണം അവരെന്നെ അവിടുത്തെ ചാണാ കുഴി ചവിട്ടി താക്കാൻ. നീ വേറെ വല്ലതും പറ. എങ്കിലൊരു പണിയായി. ഈ കയറിന്റെ അറ്റം നിന്റെ കഴുത്തെ കെട്ടി നിന്റെ കൂടെ നടന്നോ. എടാ ആനമുറ്റത്തുകാരെ അറിഞ്ഞാൽ ഇതും ഏറ്റുപിടിക്കും. ആനമുറ്റത്തു നിന്നും വെക്കുകയല്ല. ഓ അല്ലെന്ന് ആദ്യമേ പറഞ്ഞില്ലേ. എനിക്കൊരു ഐഡിയ. പറഞ്ഞ തൊലക്ക്. നീ ഈ പണ്ടാരത്തിന് ആ തെങ്ങിലോട്ട് കെട്ട്. എന്നിട്ട് നമ്മൾ മുങ്ങും. അല്ലാതെ കൂട്ടിരിക്കാൻ എവള് തന്നെ കുഞ്ഞമ്മയെന്നല്ലോ. അല്ല അതിപ്പോ ഈ കെട്ടിക്ക പിടിയടാ. കെട്ട് ഇങ്ങോട്ടോ കെട്ട്. അയ്യോ വിളിച്ചോ? വിളിച്ചില്ല. എന്ത് പറ്റി രമണ? നിനക്കൊന്നും പറ്റിയോ? കൊടയത്തോളം കടിച്ചോ? ഹലോ, എന്താടാ ഇവിടെ? ഈ വഴി പോയപ്പോ തെങ്ങ് കണ്ടു. പശുവിനൊന്ന് കെട്ടി നോക്കാന്ന് കരുതി. കാണുന്ന തെങ്ങിലൊക്കെ നീ കേട്ടോടാ. കെട്ടാൻ പറ്റിയ തെങ്ങാണെങ്കിൽ സൗകര്യം കിട്ടുമ്പോഴേ കെട്ടും. ഇവൻ പറഞ്ഞിട്ടാ. ആ ആനമുറ്റത്തുകാർ വന്ന് എന്റെ കഴുത്തെ പിടിക്കുന്ന കാണുമല്ലടാ. അയ്യോ അതെന്തിന്? അങ്ങനെ ആരും അഴിച്ചോണ്ട് പോടാ. കൊണ്ടുപോടാ. ഈ തേങ്ങക്കൊക്കെ താങ്ങുമല്ലോ എങ്ങനെ? പോടാ. മോളെ വാ, മാമനോട് യാത്ര പറ. ടാറ്റ പറ. വാ. നല്ല ബെസ്റ്റ് പ്ലേസ്. അറ്റ കൈ പ്രയോഗമാണ്. ഇതിലും രക്ഷയില്ലെങ്കിൽ ടൗണിലെ ഏതെങ്കിലും ഹോട്ടലിൽ ഞാൻ ഇതിനെ മട്ടനാക്കി വിളമ്പും. തേടിയ വള്ളി കാലേ ചുറ്റി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ കാലേ ചുറ്റിട്ട് അഴിഞ്ഞില്ലെങ്കിലേ ഇങ്ങനെ അഴിക്കണം. കണ്ടാ? നീ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയേ. നോക്കി ആരും വരുന്നില്ല. ഇങ്ങനൊരു തള്ളു. ഇപ്പൊ കാലേ ചുറ്റി അഴിഞ്ഞില്ലേ നോക്കിയേ. ഇനി കൂടുതൽ നേരം ഞഞ്ഞാ പറയണ്ട. ഈ പറമ്പിന്റെ ഉടമസ്ഥനായനെ കണ്ട കുഴപ്പാവും പറഞ്ഞു. അല്ല രമണ, ഈ കയറെന്തിനാ? അത് നിനക്ക് വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോ തൂങ്ങിച്ചത്ത് കളിക്കാൻ. എങ്ങോട്ടാ ഇത്ര ധൃതി വെച്ച്? മനക്കിലെ ശേഖരമേനോന്റെ മൂത്ത മകളുടെ കല്യാണം ഉറപ്പിക്കലാ ഇന്ന്. നാട്ടുകാരുടെ മക്കളുടെ കല്യാണം ഉറപ്പിക്കാൻ എന്താ ഒരു ഉത്സാഹം. അതെ, നമുക്ക് മക്കളില്ലാത്തത് കൊണ്ടാ നാട്ടുകാരുടെ മക്കളുടെ കല്യാണത്തിനും പൊലകൊളിക്കും ഒക്കെ പോകുന്നത്. അതെന്റെ കുറ്റം കൊണ്ടൊന്നല്ലല്ലോ. ആരുടെ കുറ്റം കൊണ്ടായാലും ശരി, നിനക്കിപ്പോ എന്താ വേണ്ടത്? നമുക്ക് മക്കളില്ലെങ്കിലും നമ്മള് മക്കളെ പോലെ കരുതുന്ന. നമ്മളൊന്നും വേണ്ട, ഞാനെന്ന് പറഞ്ഞാ മതി. ശരി, ഞാൻ മക്കളെ പോലെ കരുതുന്ന രാമകൃഷ്ണനും രാജീവനും ഓരോ പെൺകുട്ടികളെ കണ്ടുപിടിച്ച് കെട്ടിച്ചു കൊടുക്കേണ്ട ചുമതല നിങ്ങൾക്കും കൂടി ഉള്ളതാണ്. അതറിയോ? എടി നാവടക്കടി. ആനമുറ്റം തറവാട്ടില് ഈ ദാക്ഷായിനി അമ്മയുടെ ശബ്ദം മാത്രം കേട്ടാ മതി. ഇവിടുത്തെ പിള്ളേരെ കല്യാണം എന്ന് നടത്തണം, എങ്ങനെ നടത്തണം തീരുമാനിക്കുന്നത് ഞാനാ. എനിക്ക് എന്റെ സൗകര്യം പോലെ ഞാൻ നടത്തും. ഇയാള് രാവിലെ കുറ്റം പറിച്ചോണ്ട് എങ്ങോട്ട് പോണു? ആരുമില്ല ഇവിടെ. എന്താടാ? നല്ല കിളി പോലുള്ള രണ്ട് പെൺപിള്ളേര്. അതെന്താടാ? അവർക്ക് കൊക്കുമാലൊക്കെ ഇല്ല. അമ്മച്ചിയുടെ ഒരു തമാശ. ആരാടാ നിന്റെ അമ്മച്ചി? ഈ വല്യച്ചിക്കൊന്നും ഉണ്ടായിരുന്നൂടെ? വീട്ടിലുള്ളവരോട് മെക്കിട്ട് കയറും പോലെ. നീ പോടി അപ്പുറത്ത്. പണ്ട് ഞാൻ ഇവരെ നോക്കി വെച്ചിരിക്കുക. ഞാൻ അറിയാതെ ഇവിടെയുള്ള പിള്ളേർക്ക് കുറെ നാളെ ഇവൻ കല്യാണം ആലോചിക്കുക. നാട്ടിലുള്ള മറ്റുള്ളവർക്ക് കെട്ടി തീർന്നോടാ. ഇല്ലേ? എന്നാൽ അത് ആദ്യം ചെയ്യ്. കിളി പോലുള്ള പെൺപിള്ളേര് കാര്യം പറഞ്ഞ് മേലാൻ ഈ പഠിക്കകത്ത് കയറി പോകരുത്. എന്റെ സ്വഭാവം അറിയാലോ നിനക്ക്. ഓ അറിയാം. എന്നാ പോ.